നമസ്കാരം. യുദ്ധമുണ്ടാകുമ്പോൾ നമ്മളെയൊക്കെ ആദ്യം ആശങ്കപ്പെടുത്തുന്നത്, വേദനിപ്പിക്കുന്നത് യുദ്ധത്തിന് ഇരയാകുന്ന രാജ്യത്തെ പൗരന്മാരെ ഓർത്താണ്. നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുന്നു, അവരുടെ എല്ലാ സ്വത്തുക്കളും അവരുടെ ജീവിതത്തിൽ അവർ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുന്നു. അങ്ങനെ അവരുടെ ജീവിതം നരകതുല്യമാകുന്നു. നമ്മൾ മനുഷ്യരെന്ന നിലയിൽ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതിനേക്കാൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്, നമ്മളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവർ ആ രാജ്യത്തുണ്ടെങ്കിൽ അവർക്കെന്ത് സംഭവിക്കും എന്നോർത്താണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് യുദ്ധത്തിന് വലിയ തലങ്ങളുണ്ട്. യുദ്ധത്തിൻ്റെ ദുരന്തം മാനവരാശിയെ മുഴുവൻ ബാധിക്കുന്നതാണ്, പ്രത്യേകിച്ച് മലയാളികളെ. യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നത് എക്കാലത്തും പ്രവാസി സമൂഹത്തിൽ ഏറെ മുൻപിൽ നിൽക്കുന്ന മലയാളികളാണ്. നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട്. നമ്മളില്ലാത്ത രാജ്യങ്ങളില്ല എന്നതാണ് വാസ്തവം. നമ്മൾ വർഷത്തിൽ 365 ദിവസവും സഞ്ചരിക്കുകയാണ്. ഒരാൾ ഒരുപക്ഷെ വർഷത്തിൽ ഒരിക്കലോ 4-5 വർഷം കൂടുമ്പോൾ ഒരിക്കലും ആയിരിക്കും സഞ്ചരിക്കുന്നതെങ്കിലും എപ്പോഴും ഏതു നിമിഷവും മലയാളികൾ സഞ്ചാരത്തിലായിരിക്കും. കാരണം ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ യുദ്ധവും മലയാളികളെ ബാധിക്കും. ഇപ്പോഴിത് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ യുദ്ധം ആരംഭിക്കുമ്പോൾ അതിന് ഇരയാകുന്ന വലിയൊരു വിഭാഗം മലയാളികളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ആശങ്ക നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അവർക്ക് ജോലി സ്ഥലത്തേക്ക് പോകാതെ വീടുകളിലിരിക്കുകയാണ്. അവരുടെയൊക്കെ ജീവിതം സ്തംഭിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള പ്രവാസികളെ ഇത് ബാധിക്കും. കാരണം അവരിൽ ആയിരക്കണക്കിന് പേർ യാത്ര ചെയ്യുകയാണ്. പലരും വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങി വിമാനത്തിൽ കയറിയിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ദുരന്തമുണ്ടായത്. ഇന്നലെ ഇന്ത്യൻ സമയം രാവിലെ 11 മണിക്കാണല്ലോ യുദ്ധം ആരംഭിക്കുന്നത്. ഈ സമയത്ത് ഇതൊന്നും അറിയാതെ മനുഷ്യർ യാത്ര പുറപ്പെടുകയാണ് ലോകത്തിന് നാനാഭാഗത്തു നിന്ന്. അങ്ങനെ വിമാനത്തിൽ കയറി യാത്ര പുറപ്പെടാൻ നേരം ദോഹയിലും ദുബായിലും അബുദാബിയിലുമൊക്കെ വിമാനത്തിൽ കയറി പുറപ്പെടാൻ നേരം വിമാനം റദ്ദ് ചെയ്തതായി പറഞ്ഞ അനുഭവങ്ങളുടെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. വിമാനം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് പറന്ന് ഗൾഫ് രാജ്യത്തെത്തുമ്പോൾ പറന്ന് ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് പ്രതിസന്ധി നേരിട്ടു. അത്തരം വിമാനങ്ങളിൽ പലതും സാഹചര്യം പരിശോധിച്ച് ലാൻഡ് ചെയ്തു. വിമാനം ഓടിച്ച പൈലറ്റും വിമാനത്തിലെ ജീവനക്കാരും യാത്രക്കാരുമൊക്കെ വലിയ ആശങ്കയിലാണ് ലാൻഡ് ചെയ്തത്. പക്ഷേ അവർക്ക് പിന്നീട് മൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ദുബായും ദോഹയും അബുദാബിയും എയർപോർട്ടുകളൊക്കെ അടച്ചുപൂട്ടി. എല്ലാവരും കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്കൊക്കെ എന്ത് ചെയ്യണമെന്നറിയില്ല. അതുപോലെ അമേരിക്ക അടക്കം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ യാത്ര ചെയ്യാൻ തയ്യാറായിരുന്നപ്പോൾ വിമാനം റദ്ദായിരിക്കുന്നു. പല വിമാനങ്ങളും പാതി വഴിയിൽ തിരിച്ചുപോയി. ഇന്നലെ അനേകം വിമാനങ്ങൾ, ഹീത്രൂവിൽ നിന്ന് പുറപ്പെട്ട പല വിമാനങ്ങളും, ബ്രിട്ടീഷ് എയർവേസിൻ്റെ അടക്കം എയർ ഇന്ത്യയുടെ അടക്കം പല വിമാനങ്ങളും പാതി വഴിയോളം സഞ്ചരിച്ചിട്ട് ടേൺ അറൗണ്ട് എന്ന് പറയും, നേരെ തിരിച്ചു പോവുക, എന്നിട്ട് ലാൻഡ് ചെയ്തെടുത്ത് ഇറങ്ങുക. ലക്ഷക്കണക്കിന് മലയാളികളെ ഇത് ബാധിച്ചു. ഒരു തരത്തിലും പരിഹാരമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ തിരിച്ച് ടേൺ അറൗണ്ട് ചെയ്ത് തിരിച്ചു പോയവർക്ക് യാത്ര മുടങ്ങിയെന്നുള്ള വീട്ടിൽ പോകാം. എന്നാൽ ദുബായിലോ അബുദാബിയിലോ ബഹ്റിനിലോ മസ്കറ്റിലോ കുടുങ്ങിപ്പോയവരുടെ സ്ഥിതി എത്ര കഷ്ടമാണ്. അവിടെ താമസിക്കുന്ന മലയാളികളെ കഷ്ടമാണ്. എന്നാൽ അവർക്കിതിനെക്കുറിച്ചൊരു നിശ്ചയവുമില്ല. അവരേതെങ്കിലും ഹോട്ടൽ മുറിയിൽ താമസിക്കണം. പലപ്പോഴും ഹോട്ടൽ മുറി പോലും തികഞ്ഞെന്ന് വരില്ല. അവിടെ താമസിച്ചുകൊണ്ട് അവർ ആശങ്കപ്പെടും. ഇന്നലെ ഉണ്ടായിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ആയിരക്കണക്കിന് മലയാളികളാണ് പെട്ടുപോയത്. ആകാശത്ത് വെച്ച് തന്നെ ദുരന്തമുണ്ടായി തിരിച്ചുപോയി. പൈലറ്റ് അനൗൺസ് ചെയ്തു, നമ്മൾ പോവുകയാണ്. ഓർക്കണം, വിമാനത്തിൽ കയറി 8-10 മണിക്കൂർ യാത്ര ചെയ്ത് എത്തേണ്ടവർ. അമേരിക്കയിൽ നിന്നൊക്കെ വിമാനം 16 മണിക്കൂർ മുതൽ 20 മണിക്കൂർ വരെയാണ് ഒറ്റപ്പോക്ക്. ഈ 16 മണിക്കൂർ അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട് ഈ 20 മണിക്കൂർ യാത്രയിൽ 16 മണിക്കൂർ പൂർത്തിയായി കഴിയുമ്പോൾ പറയുകയാണ് വിമാനം തിരിച്ചു പോവുകയാണ്. അവർക്ക് തിരിച്ചു പറക്കാൻ ഇന്ധനമില്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളെയും കൂടി ഞങ്ങൾ തിരിച്ചു പോവുകയാണെന്ന് പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. 16 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം വീണ്ടും 10-25 മണിക്കൂർ തിരിച്ചുപോയി വീട്ടിൽ പോവേണ്ട ആളുകളുണ്ട്. അങ്ങനെ ഈ വിമാന പ്രതിസന്ധി ആയിരക്കണക്കിന് മലയാളികളെ പ്രതിസന്ധിയിലാക്കി. മലയാളികളെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരെയും പ്രതിസന്ധിയിലാക്കി. ഗൾഫിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു. ദുബായ് ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിലും അബുദാബി ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിലും കുവൈറ്റ് വിമാനത്താവളത്തിലും ആക്രമണം ഉണ്ടായി. ആർക്കും ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അതോടുകൂടി ആ വിമാനത്താവളം അടയ്ക്കുകയും അവിടെയുള്ള മനുഷ്യരെ ഇവാക്യുവേറ്റ് ചെയ്യുകയും ചെയ്തു. ആയിരക്കണക്കിന് മനുഷ്യർ. ഞാൻ പറഞ്ഞതുപോലല്ല, മലയാളികൾ ഇതുപോലെ ഇതിനു മുമ്പ് പെട്ടുപോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം പെട്ടുപോയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇതെന്ന് തീരും ആർക്കും ഒരു നിശ്ചയവുമില്ല. കാരണം അമേരിക്ക ആരംഭിച്ചിരിക്കുന്ന യുദ്ധമാണ്, ഇസ്രായേലിൻ്റെ സഹായത്തോടെ തുടങ്ങിയിരിക്കുന്ന യുദ്ധമാണ്. ഈ യുദ്ധം ഇതിനു മുമ്പുള്ള സൂചന പോലല്ല. മുമ്പത്തെ യുദ്ധങ്ങൾ, കഴിഞ്ഞ ജൂണിലെ യുദ്ധമടക്കം, അവ കൃത്യമായൊരു ടാർഗറ്റിലേക്ക് അപ്രതീക്ഷിതമായി ആക്രമിക്കുന്നു. ആക്രമണത്തോടുകൂടി ആ ദൗത്യം അവർ പൂർത്തിയാക്കുന്നു. പിന്നെ ഇറാൻ്റെ തിരിച്ചടിയാണ്. ഇറാൻ്റെ തിരിച്ചടിയെ തടയുന്നു. ഇത്രയുമേ ഉള്ളൂ. ഇറാൻ്റെ തിരിച്ചടിയെ തടയാനുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് യുദ്ധം നടത്തുന്നത്. എന്നാൽ ഇതങ്ങനെയല്ല. ഇന്നലെ മുഴുവൻ രാത്രിയും പകലും യുദ്ധമായിരുന്നു. ഇറാൻ്റെ ഏതാണ്ട് 500ഓളം ഇടങ്ങളിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ബോംബ് വീണു.
ഇന്നലെ രാത്രിയും പകലും പൂർണ്ണമായും ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ഇതൊരു പുതിയ യുദ്ധത്തിന് തുടക്കമാണ്. ചൈനയും റഷ്യയും എങ്ങനെ പ്രതികരിക്കുമെന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും തനി സ്വഭാവം ലോകമറിഞ്ഞുവെന്നാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത്. ഇവരുടെ ഇടപെടൽ എങ്ങനെയാവുമെന്ന് ആർക്കും അറിയില്ല. ഒരു യുദ്ധം ആരംഭിച്ചാൽ അത് എന്ന് തീരുമെന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു തീരുമാനവുമില്ല. 3 ദിവസം കൊണ്ട് യുക്രൈനെ പിടിച്ചെടുക്കും, യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതാണ് ശക്തിയുള്ള റഷ്യ. വർഷം 3ആയി, യുദ്ധം അവസാനിച്ചിട്ടില്ല. ഇതുതന്നെയാണ് ഹമാസിനെ തവിടുപൊടിയാക്കാൻ ഒരാഴ്ച മതി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ട ഇസ്രായേലിൻ്റെ അവസ്ഥ. ഇതുവരെ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു. ഒരു യുദ്ധം തുടങ്ങിയാൽ ഇപ്പോൾ അത് അവസാനിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകും ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച്. കാരണം ഇറാന് അമേരിക്ക തിരിച്ചടിക്കാൻ സാഹചര്യമില്ലാത്തതുകൊണ്ട്, ഇസ്രായേലിനെ തിരിച്ചടിച്ചാൽ ഏക്കാത്തതുകൊണ്ട് അവർ തിരിച്ചടിക്കുന്നത് അയൽ അറബ് രാജ്യങ്ങളിലേക്കാണ്. ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും UAE-യിലേക്കും കുവൈറ്റിലേക്കുമൊക്കെയാണ്. അതുകൊണ്ട് അവിടെയുള്ള മനുഷ്യരുടെ ജീവിതത്തെ, ആ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ, എണ്ണ വ്യാപാരത്തെ ഇത് ബാധിക്കും. അതിനേക്കാൾ ഗുരുതരമായിരിക്കുന്നത് കുടുങ്ങിപ്പോയിരിക്കുന്ന മനുഷ്യരുടെ കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം അവർ എത്തിയത്. വിവാഹത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവരുടെ മരണത്തിന് വേണ്ടി, മരിക്കുന്നതിന് മുൻപ് പിതാവിനെയും മാതാവിനെയും ഒന്ന് കാണാൻ വേണ്ടിയൊക്കെ പുറപ്പെട്ടവരാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതത്വത്തിലാണ്. എത്ര കാലം അവർക്ക് എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കേണ്ടി വരും, എത്ര കാലം അവർക്ക് അപരിചിതമായ ഒരു നാട്ടിലെ ഹോട്ടലിൽ താമസിക്കേണ്ടി വരും, ഒരു നിശ്ചയവുമില്ല. ഇവരുടെയൊക്കെ ലഗേജുകൾ എവിടെ, ഇതൊന്നും തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധമില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം. ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും ഭീകരമുഖം ഇതാണ്. ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ അസൗകര്യങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ പെരുകി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുന്നത് എന്ന് പോലും ആർക്കും അറിയാതെ വരും. ലോകത്തെ ഏറ്റവും വലിയ യാത്രാ ഹബ്ബാണ് ഗൾഫ് രാജ്യങ്ങൾ. ആ രാജ്യങ്ങളുടെ സമ്പത്ത് കൊണ്ട് മാത്രമല്ല, സുരക്ഷിതമായ വിമാന കമ്പനികൾ ഈ രാജ്യങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് എയർ ഇന്ത്യ ആശ്രയിച്ച് ആർക്കും യാത്ര ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയിലെ മുഴുവൻ ആളുകളും, മലയാളികളടക്കം ഇന്ത്യക്കാർ മുഴുവൻ യാത്ര ചെയ്യുന്നത് ഈ ഗൾഫ് എയർലൈനുകളിലാണ്. അതിൽ തന്നെ ഏറ്റവും ജനപ്രിയം എമിറേറ്റ്സ് ആണ്. എമിറേറ്റ്സ് ആണ് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള വിമാന കമ്പനി. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ദുബായിലേക്ക് വിമാനമുണ്ട്. അമേരിക്കയിലെ മിക്ക നഗരങ്ങളിൽ നിന്നുമുണ്ട്. ബ്രിട്ടനിലെ 4-5 നഗരങ്ങളിൽ നിന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം എമിറേറ്റ്സിൻ്റെ വിമാനം ദുബായിലേക്കുണ്ട്. അതുപോലെ തന്നെ എത്തിഹാദും UAE-യുടെ വിമാനമാണ്, ഔദ്യോഗിക വിമാനമാണ്. ഒരുപാട് വിമാന സർവീസുകളുണ്ട്. അവയെല്ലാം അബുദാബിയിലേക്കാണ്. ഖത്തറിൻ്റെ ഔദ്യോഗിക വിമാന കമ്പനിയാണ് ഖത്തർ എയർവേസ്. ദോഹയിൽ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പോകുന്നുണ്ട്. എമിറേറ്റ്സും ഖത്തർ എയർവേസും എത്തിഹാദും ഗൾഫ് എയറും ഒക്കെയാണ് മലയാളികളടക്കം ലോകത്തെല്ലായിടത്തും ആശ്രയിക്കുന്ന പ്രധാന വിമാന കമ്പനികൾ. അവരൊക്കെ അവരുടെ രാജ്യത്തു നിന്നും നേരെ ദോഹയിലോ അബുദാബിയിലോ ദുബായിലോ ബഹ്റൈനിലോ മസ്കറ്റിലോ ഒക്കെ ഇറങ്ങി അവിടെ നിന്ന് കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ തന്നെ വളരെ എളുപ്പമാണ്. നമുക്ക് തിരുവനന്തപുരത്തേക്കും കോഴിക്കോടേക്കും കണ്ണൂരേക്കും കൊച്ചിയിലേക്കും ഒക്കെ വിമാനമുണ്ട്. വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ മൂലശിലയാണ്, ആധാരശിലയാണ് ഗൾഫ് രാജ്യങ്ങൾ. അവിടുത്തെ വിമാന കമ്പനികൾ അടച്ചിടുന്ന അവസ്ഥ ആലോചിച്ച് നോക്കും. മാത്രമല്ല, ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും പാശ്ചാത്യ ലോകത്തിൽ പോകാനുള്ള കണക്റ്റിംഗ് ഹബ്ബാണ്. ഇവിടെ വന്നിട്ടേ പോവാറുള്ളൂ. അപ്പം ഇങ്ങനെ ലോകത്തെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൃംഖലയിലെ വിമാന സർവീസുകൾ നിന്ന് പോയിരിക്കുന്നു. ഇനി ഇവിടേക്കൊന്നും പോകുന്നില്ല എന്ന് കരുതുക. ഉദാഹരണത്തിന് ലണ്ടനിൽ നിന്ന് നേരിട്ട് കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ മുംബൈയിലേക്കോ ബാംഗ്ലൂരിലേക്കൊക്കെ വരുന്ന വിമാനങ്ങളുണ്ട്. എയർ ഇന്ത്യയുടെ മാത്രമല്ല, ബ്രിട്ടീഷ് എയർവേസ് അടക്കം KLM അടക്കമുള്ള ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോകാത്ത വിമാനങ്ങളുണ്ട്. അവയുടെ പാത എന്ന് പറയുന്നത് ഇറാനിലൂടെയാണ്. ഇറാൻ ആകാശത്തു കൂടിയാണ് അവയുടെ വിമാനപാത. അത് അടച്ചുപൂട്ടി. ഈ സാഹചര്യത്തിൽ ഈ വിമാന കമ്പനികളൊക്കെ മണിക്കൂറുകൾ മാറിയോടണം. അതിലെ പോകാൻ കഴിയില്ല. മണിക്കൂറുകൾ മാറിയോടണം. എയർ ഇന്ത്യക്ക് പിന്നെയും പ്രശ്നമുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ ആകാശവും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? വിമാനങ്ങൾ റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ ടൈം പോകുന്ന പ്രശ്നം ഉണ്ടാവും. കൂടുതൽ സമയം ഇരിക്കേണ്ടി വരും. മാത്രമല്ല, നിരക്ക് കൂടും. ഇനി വരാൻ പോകുന്നത് നിരക്ക് കൂടുന്ന ഒരു കാലമായിരിക്കും പ്രവാസികൾക്ക്. കാരണം വിമാനത്തിൻ്റെ റൂട്ട് മാറ്റി സഞ്ചരിക്കേണ്ടി വരും. ഈ വിമാന കമ്പനികൾക്കൊന്നും ഗൾഫിലേക്ക് പോകാൻ കഴിയില്ല. ഗൾഫ് വിമാന കമ്പനികൾ പ്രവർത്തനം നിർത്തിവെക്കും. ഈ സമയത്ത് മറ്റ് വിമാന കമ്പനികൾ നിരക്ക് കൂട്ടുന്ന സാഹചര്യം ഉണ്ടാവും. വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. എത്ര കാലം ഇത് നീണ്ടു നിൽക്കുമെന്നതിനെക്കുറിച്ച് ധാരണയില്ല. ഇതുപോലെ വലിയൊരു പ്രതിസന്ധിയിലൂടെ പ്രവാസി ലോകം ഇതിനു മുമ്പ് കടന്നുപോയിട്ടില്ല. ഏതാണ്ട് ആകാശമൊക്കെ അടഞ്ഞു കിടക്കുന്നു. എല്ലാവരുടെയും യാത്ര അവതാളത്തിലായിരിക്കുന്നു. ഇനി എത്ര കാലം ഈ പ്രശ്നമുണ്ടാവും? പ്രിയപ്പെട്ടവരുടെ വേർപാടിന് പോലും എത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പ്രവാസികൾ മാറുകയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പ്രവാസികളാവും. അവരുടെ യാത്ര അനിശ്ചിതത്വത്തിലായി. എല്ലാവരെയും ദൈവം കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യുദ്ധം എത്രയും വേഗം അവസാനിച്ച് സമാധാനം പുനഃസ്ഥാപിച്ച് നമ്മൾക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കാരണമാവട്ടെ എന്ന് ആശംസിക്കാം.